കമ്പോണൻറ്റിനെ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലേഔട്ടിനെ കാണാനായിട്ട് പറ്റും അല്ലേ. ഓക്കെ, ഇനി നമുക്കറിയാം നമ്മുടെ റിയാക്റ്റിൽ നമ്മൾ റൗട്ടിങ് ചെയ്യുന്നത് റിയാക്ട് റൗട്ടർ ഡോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലഗിൻ വെച്ചിട്ടാണ്. നമുക്കപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാം. ടെർമിനൽ ഒരു എറർ നമുക്ക് വന്നിട്ടുണ്ട്, കാരണം ഞാനിവിടെ പുതിയൊരു ടെർമിനലിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നോക്കിയോ NVM ലിസ്റ്റ് അത് മിക്കവാറും 10 ആയിരിക്കും. കണ്ടോ, NVM യൂസ് 18, ദെൻ നമ്മൾ നേരത്തെ നമ്മുടെ റൗട്ടർ ഡോം, അതായത് NVM വേർഷൻ 10 വെച്ചിട്ട് അല്ലെങ്കിൽ നോഡ് വേർഷൻ 10 വെച്ചിട്ട് നമുക്ക് റിയാക്ട് റൗട്ടർ ഡോമിനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ റിയാക്റ്റിൻ്റെ റൗട്ട് സെറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് റിയാക്ട് റൗട്ടർ ഡോം നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്കിവിടെ വിളിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ബ്രൗസ് റൗട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണൻറ്റ്. ഓക്കെ, സോ ആ ബ്രൗസ് റൗട്ടർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് നമ്മൾ എന്ത് ചെയ്തു, റിയാക്ട് റൗട്ടർ ഡോമിൽ നിന്ന് എടുത്തു. ഇനി ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, റൗട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പോണൻ്റ് ഉണ്ട്. ഓക്കെ, റൗട്ട്സ്, അതിനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, റൗട്ട് എഴുതി കൊടുക്കണം. വളരെ സിമ്പിളായിട്ടാണ് അവരത് കൊടുത്തിട്ടുള്ളത് അല്ലേ. നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിലുള്ള നെയിമിംഗ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ബ്രൗസർ റൗട്ടർ, റൗട്ട്സ്, റൗട്ട്. അപ്പോൾ ഈ റൗട്ട് ഒരു സെൽഫ് ക്ലോസിങ് ടാഗായിട്ട് നമുക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ. കാരണം അത് നിങ്ങൾക്ക് കാണാം. കാരണം എപ്പോഴും നമ്മൾ സെൽഫ് ക്ലോസിങ് അല്ലാത്ത ടാഗായിട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, ബ്രൗസർ റൗട്ടർ ഇങ്ങനെ കൊടുത്തത് എന്തുകൊണ്ടാണ്, അതിനകത്ത് ചിൽഡ്രൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ റൗട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ചിൽഡ്രൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് സെൽഫ് ക്ലോസിങ് ടാഗായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പാത്ത് സ്ലാഷ് ആണെങ്കിൽ, നമ്മുടെ ഇവിടുത്തെ പാത്ത് സ്ലാഷ് ആണെങ്കിൽ എന്ത് സംഭവിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഈ പാത്ത് സ്ലാഷ് വരികയാണെങ്കിൽ നമ്മൾ റെൻഡർ ചെയ്യാൻ പോകുന്ന കമ്പോണൻറ്റ് ഇതായിരിക്കും. എലമെൻറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ ഹോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആയിരിക്കും നമ്മൾ റെൻഡർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു റെഡ് കളർ രണ്ടിടത്ത് കാണിക്കുന്നുണ്ട്. ഹോമിൻ്റെ നമുക്കറിയാം നമ്മൾ ആ കമ്പോണൻറ്റ് ഇതുവരെ ക്രിയേറ്റ് ചെയ്തില്ല, അതുകൊണ്ടാണ്. പക്ഷേ റൗട്ട് ഇവിടെ വരാൻ കാരണം നമ്മളിവിടെ റൗട്ട് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇനി ഹോം എന്ന് പറയുന്ന കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ കമ്പോണൻറ്റിനകത്ത് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. ഹോം എന്നും പറഞ്ഞു കൊടുത്തു. ആ ഹോമിനകത്തേക്ക് ഞാനൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. home.jsx. ഓക്കെ, റിയാക്ട് ആരോ ഫങ്ഷണൽ കമ്പോണൻറ്റ് എക്സ്പോർട്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പം ഹോം പേജ് എന്ന് കൊടുക്കാം അല്ലേ, തൽക്കാലം ഹോം പേജ്. ഓക്കെ, ഇനി ആ ഹോം പേജിനെ നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യണം. കാരണം ഇവിടെ നമ്മൾ വിളിച്ചു കൊടുക്കുന്നുണ്ടല്ലേ. സോ ഇമ്പോർട്ട് ഹോം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടെ ഹോം പേജ് ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഞാനിവിടെ വന്നിട്ട് സ്ലാഷ് എബൌട്ടാണ്, ഇതാണ് നമ്മുടെ റൗട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒന്നും തന്നെ കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ നമ്മളിവിടെ വന്നിട്ട് സ്ലാഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹോം പേജിനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ എബൌട്ട് പേജ് കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റൗട്ട് പാത്ത് സ്ലാഷ് എബൌട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എലമെൻറ്റ് ഈക്വൽ ടു about. ഓക്കെ, ഓക്കെ, എന്താണ് ഇവിടെ മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്? ഓക്കെ, ഇവിടെ നമ്മളൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ക്ലോസിംഗ് ആണല്ലേ. ഓക്കെ, ഞാനിവിടെ ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, നോ വറീസ്. ഓക്കെ, ഇനി നമുക്ക് എബൌട്ട് എന്ന് പറയുന്ന കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. കമ്പോണൻസ് എബൌട്ട്. സോ കമ്പോണൻറ്റിനകത്ത് about.jsx about page. Okay, so now we need to import that
ഇമ്പോർട്ട് എബൌട്ട്. ഓക്കെ, സോ നമ്മളിവിടെ വന്നിട്ട് /എബൌട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ എബൌട്ട് പേജ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കാരണം കണ്ടെയ്നറിൻ്റെ ഉപകാരം നിങ്ങൾക്കറിയാം. നമുക്ക് മൾട്ടിപ്പിൾ പേജസിൽ നമുക്ക് കണ്ടെയ്നേഴ്സ് ആവശ്യമായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് നമ്മുടെ കമ്പോണൻസിനകത്ത് ഒരു കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്യാണ്. container.jsx. So React Arrow functional component export. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടെയ്നറിനകത്തായിരിക്കും നമ്മുടെ ഈ ഒരു പേജിൽ വേണ്ട മെയിൻ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ CSSനകത്ത് വരികയാണെങ്കിൽ ഞാനിവിടെ ഒരു കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ മാക്സിമം വിഡ്ത്ത് 1000 ആണ്. മാർജിൻ ഓട്ടോ കൊടുത്തിട്ട് സെൻറ്ററിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പം നമുക്കിവിടെ ആ ഒരു ക്ലാസ് നെയിം ഇവിടെ കൊടുക്കാം. കണ്ടെയ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് നെയിം കൊടുത്തു. ഇനി നമുക്കിവിടെ h1 കണ്ടെയ്നർ എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ലേഔട്ട് തൽക്കാലം ഒന്ന് ക്ലോസ് ചെയ്യാം. നമ്മൾ തൽക്കാലം ലേഔട്ടിലേക്ക് ഇനി കടക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഹോമിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി മുതൽ ഇവരെ എല്ലാം റാപ്പ് ചെയ്യാൻ പോകുന്നത് ആരാണ്? നമ്മുടെ കണ്ടെയ്നറാണ് അല്ലേ. നമുക്ക് കണ്ടെയ്നറിനെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ h1 മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ടല്ലേ. നമ്മളിവിടെ കണ്ടെയ്നറിനെ വിളിച്ചു. കണ്ടെയ്നറിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു? ഹോം പേജ് എന്ന് h1 ടാഗിൽ കൊടുത്തു. ഇനി നമ്മുടെ കണ്ടെയ്നറിൽ പോവുകയാണെങ്കിൽ നമുക്കിവിടെ എന്തുണ്ട്? കണ്ടെയ്നർ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എന്തുകൊണ്ടാണ് ഇവിടെ ഹോം പേജിനെ കാണാനായിട്ട് പറ്റാത്തത്? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിയാക്റ്റിനെ പറ്റി കുറച്ച് ബേസിക് നോളജ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു സീരീസ് കാണുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നിങ്ങൾ താഴെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തി അല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. കിട്ടിയോ? ഓക്കെ, അപ്പോൾ ഈ കണ്ടെയ്നറിനെ സംബന്ധിച്ചിടത്തോളം കണ്ടെയ്നറിൻ്റെ ചിൽഡ്രൻ ആണ് ആര്? ഈ ഹോം പേജ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തപ്പോൾ, കണ്ടെയ്നർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിനകത്ത് നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണ്? അതിനകത്ത് h1 ടാഗിനകത്ത് കണ്ടെയ്നർ എന്ന് പറയുന്ന മെസ്സേജ് മാത്രം കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മളത് യൂസ് ചെയ്യാൻ നേരം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഹോം പേജ് എന്ന് പറയുന്ന കമ്പോണൻറ്റിൽ നമ്മൾ യൂസറാണല്ലേ. ആരോ ഒരാൾ, ഫോർ എക്സാമ്പിൾ ആരോ ഒരാൾ നിങ്ങളുടെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരാൾ കണ്ടെയ്നർ എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തു. നമ്മളത് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളത് ഇവിടെ യൂസ് ചെയ്തു. കണ്ടെയ്നർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് യൂസ് ചെയ്തു. ഈ കണ്ടെയ്നറിനകത്ത് നമ്മൾ യൂസ് ചെയ്യാൻ നേരം ഈ കണ്ടെയ്നറിനകത്ത് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് ഈ കണ്ടെയ്നർ എന്ന് പറയുന്ന കമ്പോണൻറ്റ് റിസീവ് ചെയ്യണം. എന്നാൽ മാത്രമേ അതവിടെ ഡിസ്പ്ലേ ആവുള്ളൂ അല്ലേ. ശരിക്കും പറഞ്ഞാൽ അയാൾ ഇവിടെ ഈ ഒരു കണ്ടെയ്നറിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടോ. അപ്പം ഞാനിവിടെ സേവ് ചെയ്താൽ ഇവിടെ നമുക്ക് കണ്ടെയ്നറിനെയാണ് കാണിക്കുന്നത് അല്ലേ. പക്ഷേ നമ്മുടെ ആവശ്യകത എന്തായിരുന്നു? നമുക്കിവിടെ ഈ ഒരു ഹോം പേജ് എന്ന് പറയുന്ന മെസ്സേജ് കൂടി കാണിക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്സ് ആയിട്ട് കിട്ടും അല്ലേ. ആ പ്രോപ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പ്രോപ്സ് ഡോട്ട് ചിൽഡ്രൻ എന്ന് എഴുതി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഹോം പേജിനെയും കാണാൻ പറ്റുന്നുണ്ട്, കണ്ടെയ്നറിനെയും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഈ പ്രോപ്സിനകത്ത് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമുക്കിതിനെ ഡീസ്ട്രക്ചർ ചെയ്തിട്ട് അതൊരു ഒബ്ജക്റ്റ് ഫോർമാറ്റിലായിരിക്കും അവിടെ നിന്ന് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ അതിനെ ഡീസ്ട്രക്ചർ ചെയ്തിട്ട് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ പ്രോപ്സ് ഡോട്ട് എന്നുള്ളത് ഒഴിവാക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഹോം പേജും കാണാൻ പറ്റുന്നുണ്ട്, കണ്ടെയ്നറും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടെയ്നറിനകത്ത് ഞാനിവിടെ വേറൊന്നും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ എപ്പോഴും കാണിക്കേണ്ടത് ഈ ഒരു ചിൽഡ്രനെ മാത്രമാണ്. മനസ്സിലായോ? അതായത് ഇത് യൂസ് ചെയ്യുന്ന ആൾ, അതായത് ഈ ഹോം പേജിനകത്ത് ഞാൻ യൂസ് ചെയ്യുകയാണല്ലോ.
കണ്ടെയ്നറിനെ യൂസ് ചെയ്യാണ്. അപ്പം ഞാനാണ് ഉപഭോക്താവ്. അപ്പം ഞാൻ എന്തൊക്കെയാണോ കണ്ടെയ്നറിനകത്ത് വരണം എന്നെനിക്ക് ആഗ്രഹമുള്ളത്, ഇപ്പം ഞാനിവിടെ ഹോം പേജ് കൊടുത്തു, എനിക്ക് ഇനി ഇവിടെ ഒരു പാരഗ്രാഫ് ടാഗ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബ്ലാ 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 എനിക്കിവിടെ ആ പാരഗ്രാഫിനെ കാണിക്കാൻ പറ്റും. എനിക്കിനി ഇവിടെ ഇപ്പോൾ ഒരു ആങ്കർ ടാഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കാണിക്കാം, ഇമേജിനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം അല്ലേ. ഇത് ക്രിയേറ്റ് ചെയ്ത ആൾ പറയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ കണ്ടെയ്നർ എന്ന് പറയുന്ന കമ്പോണൻറ്റിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കും അത് തന്നെയാണ് ആവശ്യം. കാരണം കണ്ടെയ്നർ ഞാൻ പറഞ്ഞില്ല മൾട്ടിപ്പിൾ പ്ലേസസിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കണ്ടെയ്നറിന് നമുക്ക് ചിൽഡ്രൻ മാത്രം കൊടുത്ത് നിർത്തിയാൽ മതിയാവും. ഓക്കെ.